ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ഡ ചിത്രം ടോക്സിക് ട്രെയിലർ പുറത്തെത്തിയതോടെ ചിത്രത്തിന്റെ ഉള്ളടക്കത്തിന്റെ പേരിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. യാഷ് നായകനാകുന്ന ചിത്രത്തിൽ നയൻതാര, കിയാര അദ്വാനി, രുക്മിണി വാസന്ത്, താര സുതാര്യ, ഹിമ ഖുറേഷി തുടങ്ങിയവരാണ് നായികമാർ. 600 കോടി രൂപ ചിലവിട്ട് നിർമ്മിച്ച ചിത്രമെന്നാണ് വിവരം. നടന്റെ പിറന്നാളിനോടനുബന്ധിച്ചാണ് ഈ പ്രത്യേക ടീസർ റിലീസ് ചെയ്തത്. യാഷിന്റെ കഥാപാത്രത്തിന്റെ മാസ് ഇൻട്രോയാണ് ട്രെയിലറിൽ കാണുന്നത്. റായ എന്നാണ് നായക കഥാപാത്രത്തിന്റെ പേര്. യാഷിന്റെ ഇൻട്രോയ്ക്ക് മുമ്പ് ഒരു സ്ത്രീയുമായുള്ള ഇന്റിമേറ്റ് രംഗം കാണിക്കുന്നുണ്ട്. ഇതാണ് ചർച്ചകൾക്ക് കാരണമായത്. കടുത്ത ഹോട്ട് ദൃശ്യങ്ങളാണ് ട്രെയിലറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചത്. സിനിമയിലെ സ്ത്രീവിരുദ്ധ സീനുകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ആളാണ് ഗീതു മോഹൻദാസ്. എന്നിട്ട് പോലും ഗീതു സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഇത്തരമൊരു സീൻ വരുന്നത് പ്രേക്ഷകർ ചോദ്യം ചെയ്യുകയാണ്. മുമ്പ് ഒരു വേദിയിൽ വെച്ച് നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്ത കസബയ്ക്കെതിരെ നടി പാർവതി തിരുവോത്ത് നടത്തിയ വിമർശനവും അതിന് ഗീതു മോഹൻദാസ് നൽകിയ പിന്തുണയും ചൂണ്ടിക്കാട്ടിയാണ് ചിലർ നടിയുടെ ചിത്രത്തിനെതിരെ പ്രതികരിക്കുന്നത്. അന്ന് മമ്മൂട്ടി അഭിനയിച്ച ചിത്രമെന്ന് പറഞ്ഞപ്പോൾ ആ സിനിമയുടെ പേര് പറയാൻ ഗീതുവാണ് പാർവതിയെ പ്രോത്സാഹിപ്പിച്ചത്. ഇതിന്റെ എല്ലാം വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ ഗീതു സംസാരിക്കുന്ന അഭിമുഖങ്ങളുടെ ഭാഗങ്ങളും ചിലർ പങ്കുവെക്കുന്നുണ്ട്. മാസ് ആക്ഷൻ സിനിമകളിൽ നായകനെ അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മസാല ടെക്നിക്കൽ തന്നെ ഗീതു മോഹൻദാസും പയറ്റിയിരിക്കുന്നുവെന്നാണ് വിമർശിക്കുന്നവർ പറയുന്നത്. ഗീതു മോഹൻദാസിൽ നിന്നും ഇത്തരമൊരു സിനിമയല്ല പ്രതീക്ഷിച്ചതെന്നും കമന്റുകൾ ഉയരുന്നുണ്ട്. സന്ദീപ് റെഡ്ഡി വാങ്ക സിനിമയുടെ ടീസർ പോലെ തോന്നുന്നുവെന്നും കമന്റുകളുണ്ട്. സിനിമയിലെ സ്ത്രീവിരുദ്ധ ആഖ്യാനങ്ങൾക്കെതിരെ സംവിധായിക നേരത്തെ സ്വീകരിച്ച നിലപാടുകൾ കൂടി ചിലർ എടുത്തു പറയുന്നു. ഇതിൽ WCCക്ക് ഒന്നും പ്രതികരിക്കാനില്ലേ എന്നും പാർവതി തിരുവോത്ത് അടക്കമുള്ളവർ എവിടെയെന്നും ചിലർ ഗീതുവിന്റെ പോസ്റ്റിന് താഴെ ചോദിക്കുന്നുണ്ട്. മുമ്പ് പൃഥ്വിരാജിന്റെ ലൂസിഫർ എന്ന സിനിമയിൽ ഐറ്റം ഡാൻസ് ഉണ്ടായതിന്റെ പേരിൽ പൃഥ്വിരാജിനെ വിമർശിച്ചവർ ഏറെയാണ്. പൃഥ്വിരാജ് സ്ത്രീവിരുദ്ധനാണെന്നും നിലപാടുകളിൽ ഇരട്ടത്താപ്പുണ്ടെന്നും വിമർശനങ്ങൾ വന്നു. നടി പാർവതി തിരുവോത്തിനോടും സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അനിമൽ, അർജുൻ റെഡ്ഡി തുടങ്ങിയ സിനിമകൾക്കെതിരെ സ്ത്രീവിരുദ്ധത എന്ന് വിമർശനം ഉന്നയിച്ച ആളാണ് പാർവതി തിരുവോത്ത്. എന്നാൽ ഗീതുവിനെതിരെ വിമർശനം ഉന്നയിക്കുന്നില്ലേ എന്നാണ് റെഡിറ്റിൽ ഉയരുന്ന ചോദ്യം. സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നുവെന്ന് ആരോപിച്ച് ഒരു സംഘടന ഉണ്ടാക്കി പാർവതി തിരുവോത്തിനെ ഫീൽഡ് ഔട്ടാക്കി ഇപ്പോൾ അതിലും മോശം സീനിൽ സ്ത്രീകളെ ഉപയോഗിച്ച് സിനിമ പിടിച്ച ആളല്ലേ താങ്കൾ എന്നാണ് മറ്റു ചിലർ ചോദിക്കുന്നത്. നായകന്റെ മാസ് എൻട്രി പ്രദർശിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു സ്ത്രീയെ ഉപയോഗിക്കുന്നത് വ്യക്തമായ ഒബ്ജക്റ്റിഫിക്കേഷനാണ്. ഇത് ഒബ്ജക്റ്റിഫിക്കേഷനായി കാണുന്നില്ലെങ്കിൽ സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നത് സംബന്ധിച്ച് ഉയർന്ന വിവാദങ്ങളുടെ എല്ലാം പോയിന്റ് തന്നെ നഷ്ടമാകും എന്നാണ് മറ്റൊരു കമന്റ്. പടം കണ്ടിട്ട് WCC എന്ത് പറഞ്ഞു എന്നറിയാൻ കൗതുകമുണ്ട് എന്നാണ് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടത്.